നമുക്ക് നോക്കാനുള്ള റിലേഷൻ കണക്ട് ലീനിയർ വെലോസിറ്റി ആണ് ആംഗുലാർ വെലോസിറ്റി കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ 2 മാർക്സിന്റെ ഒക്കെ ആയിട്ട് ചോദിച്ചു കാണാറുണ്ട്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം, ഒരു പോയിന്റിൽ അവിടെ ഇരിക്കുന്നു, പിന്നെ അത് മൂവ് ചെയ്ത് അടുത്തൊരു പോയിന്റിലേക്ക് എത്തുവാണ് ചെയ്യുന്നത്. അപ്പൊ റേഡിയസ് r ആണ്. അപ്പൊ നമുക്കറിയാം ആംഗിളിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ്. ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് ആണ് ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ സ്മോൾ ആംഗിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്, അതാണ് ഡെൽറ്റ തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. Therefore delta theta is equal to അവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ r ആണ് കേട്ടോ. ഡെൽറ്റ r ഡിവൈഡ് ബൈ റേഡിയസ് r ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ദെൻ ഡെൽറ്റ r ഈസ് ഈക്വൽ ടു r ഡെൽറ്റ തീറ്റ എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മൾ അതിന്റെ ഡെറിവേഷൻ എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഡെൽറ്റ, ഇനി നമ്മൾ എഴുതുവാണ് ഡെൽറ്റ r ബൈ ഡെൽറ്റ ടി നമ്മൾ എഴുതുവാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു ഡെൽറ്റ, റൈറ്റ് സൈഡിലും കൊടുത്തു, ഡെൽറ്റ ടി നമ്മൾ എഴുതി. ഇനി നമ്മൾ ലിമിറ്റ് അവിടെ അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എക്സാമിന് വേണ്ടി എഴുതാനുള്ള പോയിന്റ്സുകൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. ദെൻ ഡെൽറ്റ ടി ടെൻസ് ടു 0, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഡി ആർ ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ എന്ന് വെച്ചാൽ എന്താണ്, റേഡിയസ് ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അപ്പൊ നമുക്ക് വെലോസിറ്റി എന്ന് എഴുതാം. വി ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം ഒമേഗ എന്ന് എഴുതി. അപ്പൊ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് കിട്ടി. അപ്പൊ എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും സ്റ്റെപ്സുകൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. 2 മാർക്സിന്റെ ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതിയാവും. ദെൻ പിന്നെ നമുക്ക് നോക്കാനുള്ള എസ്കേപ്പ് വെലോസിറ്റി കേട്ടോ. 2 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് എസ്കേപ്പ് വെലോസിറ്റി ഡിറൈവ് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഡെഫിനേഷൻ എഴുതണം. വെൻ ആൻ ഒബ്ജക്ട് പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് റീച്ചസ് എ ഹൈറ്റ് ഫാർ അവേ ഫ്രം എർത്ത് ബിയോണ്ട് ദ ഗ്രാവിറ്റേഷണൽ പുൾ, ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി. നമുക്കറിയാം കൈനറ്റിക് എനർജി ഡെറിവേഷൻ ആണ് കേട്ടോ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഒക്കെ ഇക്വേഷൻ നമുക്കറിയാം. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റിയും വി ഇ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. വി സ്ക്വയർ മൈനസ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു 0. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ എമ്മും ഇവിടെ ക്യാൻസൽ ചെയ്യാം. പിന്നെ മിച്ചമുള്ളത് വി സ്ക്വയറിലേക്ക് നമ്മൾ എഴുതാണ്. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ ആർ നമ്മൾ എഴുതി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആക്കി, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആക്കി കൺസിഡർ ചെയ്യുവാണ്. ഇനി എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് വി ആണ്. അപ്പം വി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ സാധിക്കും, റൂട്ട് ഓഫ് അല്ലേ 2 ജി എം ഡിവൈഡ് ബൈ ആർ എന്ന് എഴുതി. പക്ഷെ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് ജി അല്ലേ, ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ്. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുത്തു. ആ ഇക്വേഷൻ നമ്പർ 3യിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ വി ഇ ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട് ഓഫ് 2 ജി ആർ എന്ന് കിട്ടും കേട്ടോ. റൂട്ട് ഓഫ് 2 ജി ആർ. നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് എഴുതി വെച്ചാൽ മതി. 2 മാർക്കിന്റെ ഒക്കെ ആവുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം എസ്കേപ്പ് വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ജി ആർ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതിയാൽ മതിയാവും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡിറൈവ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഡ്രോ ദ വേരിയേഷൻ ഓഫ് എനർജി വിത്ത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതുക. ടോട്ടൽ എനർജി കാണുക, വേരിയേഷൻ കണ്ടുപിടിക്കുക. ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്, ഹാഫ് എം വി സ്ക്വയർ എന്നാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഫോർ ഹാഫ് എം ഇൻറ്റു വി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പം എം വി സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഇതെന്നാണ് കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. therefore ഹാഫ് കെ എക്സ് സ്ക്വയർ ആണല്ലേ ഇക്വേഷൻ. therefore that is equal to നമുക്ക് എങ്ങനെ സാധിക്കും, ഹാഫ് ഇൻറ്റു കെയുടെ വാല്യൂ പഠിച്ചിട്ടുള്ള കെ എന്ന് വെച്ചാൽ എം ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പം കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ എനർജി ആണ് കണ്ടത്. ടോട്ടൽ എനർജി എന്ന് വെച്ചാൽ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ദ പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കേട്ടോ. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ അങ്ങനെ എഴുതി.
Therefore that is equal to half m omega square x square. Kinetic energy എന്ന് വെച്ചാൽ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി പ്രത്യേകിച്ച് അങ്ങ് എഴുതിയെന്നുള്ളൂ. ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം എക്സ്പാൻഡ് ചെയ്യണം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ രണ്ട് സൈഡിലും ഒരു എക്സ് സ്ക്വയർ വരും അല്ലേ, അതായത് ഇവിടെ ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വരും. ഈ രണ്ട് ടേം ക്യാൻസൽ ആയി പോകും. പിന്നെ മിച്ചമുള്ളതാണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെ വരും. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. അപ്പൊ ഇതാണ് ടോട്ടൽ എനർജി ഓഫ് എ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിന്റെ ഇനി ചോദിച്ചിരിക്കുന്നതിന്റെ എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഡ്രോ ദ വേരിയേഷൻ ഓഫ് എനർജി വിത്ത് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അത് വരയ്ക്കാൻ ചോദിക്കുന്നതാണ്. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അപ്പൊ നമ്മൾ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? കൈനറ്റിക് എനർജിയുടെ റെപ്രസെന്റേഷൻ ആണ്. ദെൻ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടി എഴുതുമ്പോൾ ഈ രീതിയിൽ മാത്രം ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എഴുതുക, പൊട്ടൻഷ്യൽ എനർജി എഴുതുക, ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക, ദെൻ വേരിയേഷൻ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കേട്ടോ. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജിനെ റെപ്രസെന്റ് ചെയ്തതാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടോട്ടൽ എനർജി കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ എഴുതുന്നത്. നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി എളുപ്പത്തിന് കാണിച്ചു തന്നാണ് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കാം. അതായത് ഹുക്സ് ലോ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കുന്നതാണ്, സോളിഡ്സിൽ പഠിക്കുന്നതാണ്. ഹുക്സ് ലോ ഇമ്പോർട്ടന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ. ഫോർ എ സ്മോൾ ഡീഫോർമേഷൻ ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. ദെൻ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു കെ എന്നാണ്. ഈ കെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതിന് പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നാണ് അതിന് പറയുന്നത്. ഇതിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക കേട്ടോ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. ഇമ്പോർട്ടന്റ് ആണ്. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. പിന്നെ എൻ്റെ പഠിക്കാനുള്ള ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്, അതും കാര്യങ്ങളൊക്കെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഒക്കെ പഠിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന അടുത്ത ചാപ്റ്ററിൽ അതാണ് ഫ്ലൂയിഡ്സ് എന്നൊരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ. അതായത് നമ്മൾ പറഞ്ഞാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്കുകൾ. പ്രഷർ കേട്ടോ. പ്രഷറിനെ കുറിച്ച് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ എന്താണ് അളക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഏതാണ്? മെർക്കുറി ബാരോമീറ്റർ ആണ്. ഗേജ് പ്രഷർ ഉണ്ട്. ഗേജ് പ്രഷർ P-PA ആണ്. റോജി വെച്ചത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ കേട്ടോ. 1 മാർക്കിന്റെ ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനകത്തുള്ളത് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് അല്ലെ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഡിറൈവ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് സബ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ കേട്ടോ. ബെർണോളിസ് തിയറത്തിന്റെ ഒക്കെ സബ് ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പൊ നമുക്കറിയാം അതിന്റെ ഒരു ഫിഗർ ഒക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ഒരു ട്യൂബിൽ കൂടെ ഒരു പൈപ്പിൽ കൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുവാണ്. ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ A1 ആയിട്ട് കൺസിഡർ ചെയ്ത് A2 ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ലിക്വിഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യുവാണ് അല്ലെ. ഫ്ലോ ചെയ്യുന്നു. ദെൻ ഇവിടെയാണ് അതിന്റെ കൂടുതലായിട്ട് വോളിയം അവിടെ വരുന്നത്. അപ്പം ഡെൻസിറ്റി, ലിക്വിഡിന്റെ ഡെൻസിറ്റി റോ ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ρ1 ഇവിടുത്തെ ഡെൻസിറ്റി റോ1, ρ2 ഇവിടെ ρ2 ഇവിടെ ρ3 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിലും അതെങ്ങനെയാണ് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം മാസ് ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് ഇൻ. അതാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം എഴുതേണ്ട പോയിന്റ്സുകൾ മാത്രമാണ് കേട്ടോ ഞാനിപ്പോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പൊ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വരച്ചിരിക്കണം. ആരോമാർക്കും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം. മാസ് ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് ഇൻ എന്ന് എഴുതുക. മാസ് ഓഫ് ദി ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ദാറ്റ് ഈസ് ρ1 A1 V1 അല്ലേ. ρ1 A1 V1 ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ρ2 A2 V2 ഡെൽറ്റ ടി, ρ3 A3 V2 ഡെൽറ്റ ടി ആണ്. നമുക്കറിയാം റോ എന്ന് പറഞ്ഞിരിക്കുന്ന ഡെൻസിറ്റി, ലിക്വിഡിന്റെ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. അതിന് നമ്മൾ റോ ആക്കി എടുത്തിരിക്കുകയാണ്. ρ1 ρ2 ρ3. അപ്പൊ നമുക്ക് എഴുതാൻ സാധിക്കും A1 V1 A2 V2 A3 V3 എന്ന് എഴുതാൻ പറ്റും. അതെല്ലാം ഈക്വൽ ടു ആണ്. therefore AB is equal to a constant. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല. ഫിഗർ വരയ്ക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. റോ ഈസ് ആ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്നൊക്കെ എഴുതിക്കോളൂ കേട്ടോ. അപ്പൊ അതൊന്നും ഓർത്തോളൂ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ 1 മാർക്കിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് കേട്ടോ. മാസ് ഇൻ ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതൊന്ന്
ഓർത്തോളുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ടോറിസെലിസ് ലോ ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു ലോ ആണ് ടോറിസെലിസ് ലോ എന്ന് പറഞ്ഞു ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോളുക. ദ സ്പീഡ് ഓഫ് ഇഫ്ലക്സ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ സ്മോൾ ഹോൾ അറ്റ് എ ഡെപ്ത് ഓഫ് ആൻ ഓപ്പൺ ടാങ്ക് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ദി ഫ്രീലി ഫോളിംഗ് ബോഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫിഗർ ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു രീതിയിലാണ് അതിന്റെ ഫിഗർ വരുന്നത്. ഇതാണ് ഓറിഫൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഓറിഫൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എൻ്റെ അവിടുത്തെ വെലോസിറ്റി ഇല്ല, ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതാണ് ഓറിഫൈസിന്റെ വെലോസിറ്റിനെ നമ്മൾ വി ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് A1 ഏരിയ ആണ്. ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് A2 ഏരിയ ഒക്കെയാണ് കേട്ടോ. അപ്പൊ ബെർണോളിസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ബെർണോളിസ് തിയറം നമുക്കറിയാം. ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ ഇത്. ടോറിസെലിസ് ലോയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇത് കിട്ടുന്നത് പറഞ്ഞാൽ ബെർണോളിസ് തിയറം നമുക്കറിയാം P1 അല്ലേ, P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 is equal to P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2 എന്ന് പറയും. ഇവിടെ നമുക്കറിയാം വെലോസിറ്റി V2 വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പൊ P1 എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ PA പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി Y1 ഈസ് ഈക്വൽ ടു P പ്ലസ് റോ ജി Y2 കേട്ടോ. ഇത് എഴുതുക. ദെൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് അങ്ങ് എഴുതുന്നില്ല. ഇത് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്കറിയാം ഇവിടുത്തെ ഈ ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവിടം വരെയുള്ള ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് Y1 ആണ് കേട്ടോ. ഇത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് Y2 ആണ്. അപ്പൊ അതൊക്കെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. അപ്പം ഈ Y2 മൈനസ് Y1 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ ബാക്കിയുള്ള ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം അത് H ആണ്. അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് V1 സ്ക്വയർ കേട്ടോ. V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2GH പ്ലസ് 2 ഇൻറ്റു P മൈനസ് P ഡിവൈഡ് ബൈ റോ എന്ന് വരും. പിന്നെ അതിനെ ഒന്ന് നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുവാണ്. പിന്നെ ടാങ്ക് ഓപ്പൺ ആവുകയാണെന്ന്, ടാങ്ക് ഓപ്പൺ ആക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനോട് ഈക്വൽ ആവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടും, ദാറ്റ് ഈസ് V. അല്ലെങ്കിൽ ഈ ഒരു ഫേസിന്റെ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2GH എന്നാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യ സ്റ്റെപ്പുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആപ്ലിക്കേഷനിൽ വരുന്നതാണ് കേട്ടോ. 1 മാർക്ക് അല്ലെങ്കിൽ 1.5 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, അത് ഇത്രയൊക്കെ ഉള്ളതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ദാറ്റ് ഈസ് ടോറിസെലിസ് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്, ദാറ്റ് ഈസ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നസ് എഫക്റ്റ് വെൻ എ ബോൾ moves with a spin, the relative velocity of air above the ball is greater than that below it, then pressure below the ball will be greater than that above and produces an upward force on the ball. This dynamic lift due to spinning is called Magnus effect. നമുക്കറിയാം ബോൾ സ്പിൻ ചെയ്ത് മൂവ് ചെയ്യുകയാണെന്നുള്ള റിലേറ്റീവ് വെലോസിറ്റി, ബോളിന്റെ മോൾ ഭാഗത്തുള്ള റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെയാണ്, അതിന്റെ താഴെയുള്ള വെലോസിറ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം പ്രഷർ ബിലോ ദ ബോൾ, ആ ബോളിന്റെ താഴെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ദാറ്റ് എബോവ് ആൻഡ് പ്രൊഡ്യൂസസ് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദ ബോൾ. അപ്പൊ അങ്ങനെയുള്ള എഫക്റ്റ് ആണ്. അപ്പൊ അതുമൂലം ലിഫ്റ്റ് ഉണ്ടാവുകയാണ്. ദിസ് ഡൈനാമിക് ലിഫ്റ്റ് ഡ്യൂ ടു സ്പിന്നിങ് ഈസ് കോൾഡ് മാഗ്നസ് എഫക്റ്റ് എന്ന് പറയും കേട്ടോ. അതും എന്താണ് ബെർണോളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു സെക്ഷനിൽ വരാൻ ചാൻസ് ഉള്ള വിസ്കോസിറ്റി കേട്ടോ. വിസ്കോസിറ്റി പഠിച്ചോളുക. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അതിന്റെ ഇക്വേഷൻ കേട്ടോ. കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഈറ്റ ആണ്. അതിന്റെ ഇക്വേഷൻ ഈറ്റ ഈസ് ഈക്വൽ ടു FL ഡിവൈഡഡ് ബൈ AV ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്സ് ഫോർമുല കേട്ടോ. സ്റ്റോക്സ് ഫോർമുല ഒക്കെ 1 മാർക്കിനായിട്ട് ചോദിക്കും. F ഈസ് ഈക്വൽ ടു 6π/AV ആണ് സ്റ്റോക്സ് ഫോർമുല. F എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് ആണ്. A എന്ന് വെച്ചാൽ എന്താണ്, റേഡിയസ് ഓഫ് ദി സ്പിയർ ആണ്. V ഈസ് ദ വെലോസിറ്റി ഓഫ് ദി സ്പിയർ ആണ്. പിന്നെ അറിയേണ്ട ഒരു കാര്യം, വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓർത്തോളൂ കേട്ടോ. വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡിന്റെ വിസ്കോസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഡിക്രീസ് ചെയ്യുവാണ്. അതേസമയം ഗ്യാസിന്റെ കേസിൽ വരുവാണെങ്കിൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി ഓഫ് ഗ്യാസ് എങ്ങനെയാണ്, ഇൻക്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ 1 മാർക്കിന്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആട്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളതാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചാൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു സെക്ഷൻ തന്നെയാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ് അതിന്റെ ബബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം സ്പെറിക്കൽ ഡ്രോപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. നമ്മളിങ്ങനെ ഒരു സ്പെറിക്കൽ ഡ്രോപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണ്. ഇൻസൈഡ് പ്രഷർ PI ആയിട്ട് കൺസിഡർ ചെയ്ത് റേഡിയസ് നമ്മൾ R ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യുവാണ്.
ദെൻ ഔട്ട്സൈഡ് റീജിയൻ നമ്മളിവിടെ കൺസിഡർ ചെയ്തു. ദെൻ അവിടുത്തെ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റ ആർ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. പിന്നെ പ്രഷർ പി ഒ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് എക്സസ് പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. അപ്പം നമുക്കറിയാം എക്സസ് പ്രഷറിന് നമുക്ക് പി ഐ മൈനസ് ഏരിയ അല്ലേ. അപ്പം പി ഐ മൈനസ് പി ഒ എന്ന് എഴുതാം ഇൻറ്റു ഏരിയ 4πr² ആണ്. ഡിസ്പ്ലേസ്മെന്റ് അവിടുത്തെ ഡെൽറ്റ ആർ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല കേട്ടോ. ഞാൻ പിന്നെയും പറയുകയാണ്, അത്യാവശ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ മതിയോ? അതിന് വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ therefore work done is equal to pi minus p0 into 4πr² into delta r. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇനി എക്സ്ട്രാ സർഫസ് എനർജി, അവിടെ ഉണ്ടാകുന്ന എക്സ്ട്രാ സർഫസ് എനർജിനെ നമ്മൾ സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ നമുക്ക് എഴുതാം. അപ്പോൾ സർഫസ് ടെൻഷൻ ഇൻറ്റു അവിടുത്തെ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 8πr ഡെൽറ്റ ആർ ആണ്. therefore work done is equal to extra surface energy അതിനോട് ഈക്വൽ ആവുന്നുണ്ട്. therefore ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് ചെയ്യുന്നുണ്ടോ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എക്സ്ട്രാ സർഫസ് എനർജിയുടെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്തത് ഈക്വൽ ടു ആണ്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് എന്താണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ സ്പെറിക്കൽ ഡ്രോപ്പ്, അതാണ് പി ഐ മൈനസ് പി സീറോ എന്ന് പറഞ്ഞത്. therefore 2s/r നമ്മൾ എഴുതാം. ഇനി അതൊരു ലിക്വിഡ് ബബിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബബിളിനാകുമ്പോൾ എങ്ങനെയാണ് രണ്ട് ഫ്രീ സർഫസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഇക്വേഷൻ എങ്ങനെ വരും? പി ഐ മൈനസ് പി ഒ ഈസ് ഈക്വൽ ടു 4s ഡിവൈഡ് ബൈ ആർ എന്ന് പറയും. അപ്പം ഇൻസൈഡ് ഡ്രോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ എഴുതുക. ബബിളും കൂടെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും കൂടെ കൂട്ടി എഴുതിയിരിക്കണം കേട്ടോ. കുറച്ച് സ്റ്റെപ്സുകളേ ഉള്ളൂ. അപ്പം ഈ സ്റ്റെപ്സുകൾ ഒന്ന് പഠിച്ചു വെച്ചിട്ട് മനസ്സിലാക്കി എടുക്കുക, പഠിക്കുക കേട്ടോ. പഠിച്ചിട്ട് ഇത്രയും എഴുതിയാൽ മതിയാവും. എക്സസ് പ്രഷർ ഇൻസൈഡ് സ്പെറിക്കൽ ഡ്രോപ്പ് ആൻഡ് ലിക്വിഡ് ബബിൾ. ഇനി നമുക്ക് നോക്കാനുള്ള ഐസോതെർമൽ പ്രോസസ് ആണ് കേട്ടോ. ഐസോതെർമൽ പ്രോസസ്സിന്റെ ഓർത്തോണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇക്വേഷൻ ഓർത്തിരിക്കട്ടെ, പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അതാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതിന്റെ ചോദിക്കുന്ന വർക്ക് ഡൺ ആണ് കേട്ടോ. വർക്ക് ഡൺ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. നമുക്കറിയാം ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി എന്നാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ v1 to v2 പി ഡി വി. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി ഇൻറ്റു എൽ എൻ v2 മൈനസ് നാച്ചുറൽ ലോഗരിതത്തിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം അതാണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു സെക്ഷനാണ് എന്ന് പറയുന്നത് നമ്മുടെ അഡിയബാറ്റിക് പ്രോസസ് കേട്ടോ. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഓർക്കണം, നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് കേട്ടോ. അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അതിന്റെ ഇക്വേഷൻ പി വി റെസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ദെൻ അതിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡി വി എന്നാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുക v1 to v2 ഇന്റഗ്രൽ v1 to v2 പി ഡി വി കേട്ടോ. ഇനി പി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഒരു വി റേസ് ടു മൈനസ് ഗാമ ഡി വി എന്ന് എഴുതുന്നത്. പി വി റേസ് ടു ഗാമ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് അല്ലേ, അങ്ങനെയാണല്ലോ നമ്മൾ കോൺസ്റ്റന്റ് കെ ആയിട്ട് എഴുതി. then p is equal to k divided by v raised to gamma എന്ന് പറയും. ആ v raised to gamma മേലോട്ട് പോകുമ്പോൾ v raised to minus gamma എന്ന് വരും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. then അതിനെ ഇന്റഗ്രേഷൻ പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ് ഇക്വേഷൻ കേട്ടോ. വർക്ക് ഡൺ ഇൻ അഡിയബാറ്റിക് പ്രോസസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡിവൈഡ് ബൈ, മനസ്സിലായല്ലോ, അതും പഠിച്ചോളുക. പിന്നെ ഐസോകോറിക് പ്രോസസിന്റെ കേസിൽ വർക്ക് ഡൺ 0 ആണ് കേട്ടോ. അത് നോട്ട് ചെയ്താണ് കേട്ടോ. ഐസോബാറിക് പ്രോസസിന്റെ കേസിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു v2 മൈനസ് v1. ഇനി നമുക്ക് അടുത്ത് നോക്കാം, ദാറ്റ് ഈസ് പ്രോഗ്രസീവ് വേവ് കേട്ടോ. പ്രോഗ്രസീവ് വേവിന്റെ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. y x t is equal to a sin kx minus omega t plus y. അത് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ വരുവാണെങ്കിൽ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5 ആണ് കേട്ടോ. നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് വരുവാണെങ്കിൽ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് നമ്പർ ആണ് കേട്ടോ. അതിന്റെ ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു 2π/λ ആണ്. ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അതിന്റെ ഇക്വേഷൻ 2π ആണ്. ഒമേഗ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈ എന്ന് വെച്ചാൽ ഫേസ് ആംഗിൾ അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ് ആണ്. ദെൻ എ എന്ന് വെച്ചാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡും ആണ് കേട്ടോ. അപ്പം അതാണ് പ്രോഗ്രസീവ് വേവ്. അതിന്റെ ഇക്വേഷൻ ഒന്ന് ഓർത്തോളൂ. അപ്പൊ ഈ പ്രോഗ്രസീവ് വേവിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. y of x t is equal to 0.005 sin k 80x minus 3t എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഡിസ്ക്രൈബ് ബൈ എന്ന് പറഞ്ഞാണ് ഇത് തന്നിരിക്കുന്നത്. ന്യൂമറിക്കൽസ് എല്ലാം ഇവിടെ SI യൂണിറ്റിലാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ആംപ്ലിറ്റ്യൂഡ്, വേവ് ലെങ്ത്, പീരീഡ്, ഫ്രീക്വൻസി. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ
തന്നിട്ടുണ്ടല്ലോ, സ്ട്രിങ്ങിന്റെ ട്രാവലിംഗ് വേവിന്റെ തന്നിട്ടുണ്ട്, ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് y ഓഫ്, രണ്ട് ഇക്വേഷൻ പഠിച്ചു. അപ്പൊ y ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഈ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഇപ്പൊ ഫൈവ് ഇവിടെ ഇല്ല എന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ, അപ്പൊ ഇതാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് വാല്യൂ ഇട്ട് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ എഴുതാം? ആംപ്ലിറ്റ്യൂഡ് എ ഈസ് ഈക്വൽ ടു 0.005 അല്ലേ, 0.05 ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ, വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കി തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ എഴുതുക കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് എഴുതാം. കെയുടെ സ്ഥാനത്ത് ഇവിടെ കിടക്കുന്നത് എത്രയാണ്? 80 അല്ലേ. കെ എന്ന് പറഞ്ഞിരിക്കുന്നത് 80 ആണ്. 80 യൂണിറ്റും കൂടെ എഴുതണം കേട്ടോ, റേഡിയൻ പെർ മീറ്റർ ആണ് കെ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒമേഗയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഒമേഗയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിനി ലാംഡ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം കെ എന്ന് പറഞ്ഞിരിക്കുന്നത് 80 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കെയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കെ ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെ എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കുക. കെ എന്ന് പറയുന്നത് 80 ആണ്. 80 ഈസ് ഈക്വൽ ടു 2π ബൈ ലാംഡ എന്ന് എഴുതാം. നമുക്ക് വേണ്ടത് ലാംഡ ആണ് അല്ലേ. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 2π ബൈ 80 എന്ന് എഴുതി. അത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നതായിട്ട് 7.85 സെന്റിമീറ്റർ കിട്ടും കേട്ടോ. ലാംഡ വേവ് ലെങ്ത്, ലാംഡ നമുക്ക് അവിടെ കിട്ടി. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്തത് എന്താണ്? ലാംഡ കിട്ടി. ഇനി ടൈം പീരീഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ഇനി ടൈം പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പിന്നെ തന്നിട്ടുള്ള ഒമേഗ മാത്രമാണ്. അപ്പം ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ 3 തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2π ബൈ ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടി കണ്ടുപിടിക്കാമല്ലോ. ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2π ബൈ ഒമേഗ എന്ന് വെച്ചാൽ 3 ആണ്. അപ്പൊ അവിടെയും വാല്യൂ കിട്ടും, 2.9 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ടൈം പീരീഡും കിട്ടിയല്ലോ. ടൈം പീരീഡിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പം ആംപ്ലിറ്റ്യൂഡ് കിട്ടി, വേവ് ലെങ്ത് ലാംഡയുടെ വാല്യൂ കിട്ടി, അതുപോലെ തന്നെ ടൈം പീരീഡ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കിട്ടി, വേവ് ലെങ്ത് കിട്ടി, ടൈം പീരീഡും കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫ്രീക്വൻസി ന്യൂ അല്ലേ. ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് 1/t ചെയ്യാമല്ലോ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2.09 ഇട്ട് ചെയ്യുക. അപ്പം 0.48 ഹെർട്സ് എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് പ്രോഗ്രസീവ് വേവിന്റെ കേസ് പ്രോബ്ലം വരുന്നത്. മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ് കേട്ടോ, പക്ഷെ കുട്ടികൾ അറിയാൻ മേലാത്തതുകൊണ്ട് വിട്ട് കളയാറുണ്ട്. അപ്പൊ ഇതിന്റെ കുറെ പ്രോബ്ലംസ് ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോബ്ലത്തിന്റെ സെക്ഷൻ കാണും, അല്ലെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതും കൂടെ ഒന്ന് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ കൺഫ്യൂഷൻ മാറും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അതും കൂടെയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിരിക്കുക. സ്പ്രിങ്ങിന്റെ കേസിൽ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, നമ്മളൊരു സ്പ്രിങ് കൺസിഡർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. 2 മാസമുള്ള ഇതൊരു മാസ് എം ആണ്. ദെൻ 1 മാസമുള്ള ഒരു ബോർഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമ്മൾ വലിച്ചിട്ട് വിടുവാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വലിക്കണം. അപ്പം മാസിന്റെ ഒരു ഇത് ഉണ്ടാകുന്നുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ F = -kx ആണ്. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഓൾസോ വി നോ ദാറ്റ് F = ma ആണ്. F = ma ആണ്. Therefore F = m into ആക്സിലേഷൻ നമുക്കറിയാം d²x/dt² ആണ്. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എഴുതാൻ സാധിക്കും m d²x/dt² = -kx എന്ന് എഴുതി ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുവാണ്. Therefore m d²x/dt² പ്ലസ് kx = 0 നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുവരെ ഇക്വേഷൻ എഴുതി. ഇനി ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ് കേട്ടോ. അതായത് d²x/dt² പ്ലസ് k/m into x = 0. ഈ k/m എന്ന് വെച്ചാൽ നമുക്കറിയാം, പഠിച്ചിട്ടുള്ളതാണ്. അതായത് d²x/dt² പ്ലസ് ω² into x നമ്മൾ എഴുതി കേട്ടോ. ω² into x എന്ന് എഴുതി. ω² എന്ന് വെച്ചാൽ എന്താണ്? ω² എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, ω² ഇത് തന്നെ എഴുതിയത്. ω² k/m ആണ്. ദെൻ ഒമേഗ എന്ന് വെച്ചാൽ √k/m ആണ്. √k/m ആണ്. ദെൻ നമുക്കറിയാം ടൈം പീരീഡ് എന്ന് പറഞ്ഞത് 2π
ഒമേഗ ആണ്. അത് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ടൈം പീരീഡ് അല്ലേ കണ്ടുപിടിക്കണം. ടൈം പീരീഡ് എന്ന് വെച്ചാൽ 2π ഒമേഗ ആണ്. ടി ഈസ് ഈക്വൽ ടു 2π ഒമേഗയുടെ വാല്യൂ എന്ന് വെച്ചാൽ √k/m ആണ് അല്ലേ. √k/m ആണ്. അപ്പൊ നമുക്ക് എന്തിട്ട് ടൈം പീരീഡ് കിട്ടി. ടി ഈസ് ഈക്വൽ ടു 2π × √m/k. എന്താണ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സ്പ്രിങ്. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പം സ്റ്റെപ്സുകൾ അത്യാവശ്യമുള്ള സ്റ്റെപ്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അത്യാവശ്യമുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1 വേണം, 2 വേണം, ദെൻ ഇക്വേറ്റ് ചെയ്യുന്ന വേണം, ദെൻ ഈ ഒരു സ്റ്റെപ്പ് വേണം, ഒമേഗയുടെ വാല്യൂ ചെയ്ത് ടൈം പീരീഡ് കേട്ടോ. അപ്പം ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓസിലേഷന്റെ ചാപ്റ്ററിൽ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുക കേട്ടോ. അപ്പം എല്ലാവരും നല്ലോണം പഠിച്ച് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്